സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, വിശക്കുന്ന വയറുകൾക്ക് മുമ്പിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും അപ്പകഷ്ണം വില പോകില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. കുറുക്കന്മാർ മേഞ്ഞ് നടന്ന ഒരു സ്ഥലം ലോകം ശ്രദ്ധിക്കുന്ന ഒരു IT ഹബ്ബായി, ഇന്നോവേഷൻ സെൻറ്ററായി മാറ്റിയതിൽ പത്മശ്രീ MA യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചു, ഒരു റിവേഴ്സ് മൈഗ്രേഷൻ. നമ്മുടെ ചെറുപ്പക്കാർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീം. അതാണ് ഒരു സവിശേഷത എന്ന് പറയുന്നത്. യൂസഫ് അലിക്ക് വിളിക്കുന്ന പരിപാടിയിൽ എല്ലാ ചിന്താഗതിയുമുള്ള ആളുകൾ ഒരുമിച്ചെത്തും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ബിസിനസ് കൾച്ചറിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിൽ, പൊളിറ്റിക്കൽ കൾച്ചറിൽ തന്നെ വലിയ വ്യതിയാനം അതുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റുമായി സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പല സ്റ്റേറ്റിലെയും ലീഡ് ചെയ്യുന്ന ആളുകൾ വളരെ അഭിമാനത്തോടു കൂടി, ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ശ്രീ രേവന്ത് റെഡ്ഡി